അള്ളാഹുവിന്റെ ഭൂമി അതിന്റെ ഓരോ പ്രദേശങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവവും പ്രതിഭാസങ്ങളും ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലങ്ങളിൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ മഴയാണല്ലോ, കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഉണ്ടാവും. ഇതെന്റെ ജീവിതത്തിലെ പുതിയൊരു അനുഭവമാണ്. സൗദി അറേബ്യയിലെ തുറൈഫിലാണിത്. ഇപ്പം അതിശക്തമായ ചൂടിന് സാഹചര്യം. രാവിലെ തന്നെ നട്ടുച്ചയുടെ വെയിൽ പോലെയാണ്, പൊള്ളണ വെയിലാണ് പുറത്തേക്ക്. ഇന്നലെ പ്രകൃതിക്കൊരു മാറ്റം, പൊടിക്കാറ്റിന്റെ ഒരു സാഹചര്യം. വൈകുന്നേരം ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഒരല്പം ഇങ്ങനെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചുവപ്പ് കളറായിട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ കുറച്ചേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ അതിശക്തമായ ആ പൊടിക്കാറ്റ് വന്നിട്ട് നമുക്ക് അപ്പുറത്തുള്ളൊന്നും കാണാൻ കഴിയാത്ത ഒരവസ്ഥ. നമ്മുടെ നാട്ടിലൊക്കെ ഈ കോടമഞ്ഞൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ എങ്ങനെയാണോ അതുപോലെ. ഇതൊക്കെ പ്രവാസികളായ ആളുകൾക്കൊക്കെ നിത്യാനുഭവമാണ്. പ്രത്യേകിച്ച് ഈ മരുഭൂമി പോലത്തെ പ്രദേശങ്ങളിലാണ് കൂടുതലും ഇതിൻ്റെ അനുഭവപ്പെടുക. ഏതായാലും അവിടെ കുറച്ചേരം നിന്ന് അല്പം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലെ പുതിയൊരു അനുഭവം. ഏതായാലും അള്ളാഹുവിൻ്റെ ഭൂമി അതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും വ്യത്യസ്തമായ പ്രതിഭാസങ്ങളും സാഹചര്യങ്ങളാണുള്ളത്. സൗദി അറേബ്യ അല്ലെങ്കിൽ GCC കൺട്രീസിലൊക്കെ ഒരുവിധം പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് മരുഭൂമി ഒഴിഞ്ഞെടുക്കുന്ന പ്രദേശങ്ങളൊക്കെ ഇത് നന്നായി അനുഭവപ്പെടും. ഏതായാലും ഇതൊക്കെ അനുഭവിക്കുക എന്നത് തന്നെ പടച്ച റബ്ബിനെ തിരിച്ചറിയാനും അവൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഓരോ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സൗകര്യപ്പെടുമെന്നുള്ളതാണ്. ഏതായാലും ജീവിതത്തിലൊരു അനുഭവം, പുതിയൊരു അനുഭവമാണിത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വലിയൊരു തണുപ്പ് വരാനുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നത്. ഏതായാലും